ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിലോട്ടേക്ക് നമ്മൾ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക, കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുകയും വേണം. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ ഈ സമയത്ത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെടുത്ത ക്വാണ്ടിറ്റീൻ്റെ നേരെ പകുതി ആകുന്നത് വരെ നമ്മളിത് കുറുക്കി കൊണ്ടുവരണം. നമ്മൾ 2 കപ്പ് പാലെടുത്താൽ ഏകദേശം കുറുകിയിട്ട് ഇപ്പോൾ 1 കപ്പോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. കപ്പ് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ല കട്ട പിടിക്കാണ്ട് നല്ല മിക്സ് ആക്കി എടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ഇളക്കി കൊടുക്കുക. ഏകദേശം നല്ല കുറുകി വരുന്നുണ്ട്. ഇതിന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വെക്കാം. അപ്പോൾ ബ്രെഡിനെ കൊണ്ടുള്ള സ്വീറ്റ്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം ഞാൻ തയ്യാറാക്കി വെച്ച പാലിൻ്റെ ബാറ്റർ, ഇത് സ്വീറ്റ്സ് എല്ലാം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ തയ്യാറാക്കി വെച്ചത് ഇനി ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബ്രെഡ് ഞാനിപ്പം അരിവെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കണം. നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഈ രീതിയിൽ വേണം പരത്താൻ. ഇത് ഈ തടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ് പീസും പരത്തിയെടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ് നിറച്ചിട്ട് നമുക്കിത് റോളാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫില്ലിങ്ങിനുള്ള ഇത് എടുക്കുക. അപ്പോൾ അത് ഈ രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കുക. ഇനി ഇത് നമുക്ക് ബ്രെഡിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇത് മെല്ലെ റോൾ ചെയ്തെടുക്കുക. ഇനി ഇവിടെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ ബാറ്ററി ഇതിലേക്ക് തേച്ച് കൊടുക്കുക. ഇത് മെല്ലെ തട്ടിച്ച് വെക്കുക. അപ്പോൾ അതാ ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡ് പീസും ഞാൻ ഇവിടെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയ പാലിൻ്റെ മിശ്രിതം ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. കുറച്ച് നട്ട്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നട്ട്സെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഓരോ കഷ്ണം ചെറിയും പിസ്തേൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കാം. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി, പിന്നെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ അടിപൊളി സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുമാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഇത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രണ്ട്സ്.